ജ്യോതിഷത്തിൽ ഒരാളുടെ ജനനസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന രാശിയാണ് ലഗ്നം. ഒരാളുടെ ശാരീരിക ഘടന, നിറം, ഉയരം, മുഖലക്ഷണങ്ങൾ, പൊതുവായ ആരോഗ്യസ്ഥിതി, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി എന്നിവ ലഗ്നത്തിലൂടെയും ലഗ്നാധിപനിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. പെരുമാറ്റം, ചിന്താഗതി, സ്വഭാവ സവിശേഷതകൾ, ആത്മവിശ്വാസം, ലോകത്തിനോട് അവർക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്, ഇതെല്ലാം നമുക്ക് ലഗ്നത്തിൽ നിന്നും മനസ്സിലാക്കാം. ഒരു ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ് ലഗ്നം അഥവാ ഒന്നാം ഭാവം. നമ്മൾ തന്നെയാണല്ലോ ലഗ്നം, അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെയാണെങ്കിൽ ഇതിന്റെ പ്രതിനിധീകരിക്കുന്ന ശരീരഭാവങ്ങൾ, ആ തലഭാഗം, പിന്നെ നമ്മുടെ അത്തിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ, പിന്നെ നമ്മുടെ മാനസികമായ സ്ഥിതി, പിന്നെ നമ്മുടെ ചിന്താഗതികൾ, ആത്മാവ്, കീർത്തി, സന്തോഷം, സാമൂഹിക സ്ഥിതി, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ തലമുടിയെ പ്രതിനിധീകരിക്കുന്നു ലഗ്നം തന്നെയാണ്. പിന്നെ നമ്മുടെ കോപം, നമുക്ക് ഊർജ്ജസ്വലരായിരിക്കോ അല്ലാതെയോ, നമ്മുടെ ജന്മസ്ഥലം, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം, തലക്കനം, വിഡ്ഢിത്തങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ലഗ്നം നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഇതിലുള്ള ഗ്രഹം, ദൃഷ്ടി, ഭാവാധിപന്റെ സ്ഥിതി, ബലം ഒക്കെ ആശ്രയിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ ജാതകത്തിൽ ലഗ്നാധിപൻ എവിടെയാണെന്ന് നോക്കണം. ലഗ്നാധിപൻ നല്ല ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ആരോഗ്യം കിട്ടുകയും നമ്മുടെ സ്വഭാവമൊക്കെ നല്ലതായിരിക്കുകയൊക്കെ ചെയ്യും. അതേസമയം ദുസ്ഥാനങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ 6, 8, 12 പോവുകയാണെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ശത്രുപീഡയൊക്കെ ഉണ്ടാകുക, മറ്റുള്ളവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ലഗ്നം വളരെയധികം പ്രധാനപ്പെട്ട ഭാവമാണ്. ഇതിന് ഇംഗ്ലീഷിൽ അസൻഡന്റ് എന്ന് പറയും.